ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ത്രീ സ്റ്റാർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അതാ ഇന്ന് നമ്മൾ കോഴികളെ ഒരു അട വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടിയിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ കോഴി അട വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈക്കോൽ എടുക്കാൻ വന്നേക്കാം. നമ്മുടെ താത്തന്റെ വീട്ടിൽ പയ്യന്നെ നോക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മതി, ഇനി ഓവറായിട്ടാ നമ്മൾ വണ്ടിക്ക് വന്നു. അമ്മ അതാ തിന്നുന്നാ. അപ്പോൾ ഇതാക്കുന്ന നമുക്ക് കുറച്ച് വൈക്കോലൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഇവിടെയൊക്കെ വൈക്കോല് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാട്ടോ വൈക്കോലിൽ ഇതേപോലെ അട വെക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക രസമാട്ടോ നമ്മളെ വൈക്കോലിൽ അട വെക്കുമ്പോൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമാട്ടോ എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാലമായി ഞാൻ വിചാരിക്കുന്നു ഈ വൈക്കോലിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാട്ടോ വൈക്കോലിൻ്റെ. അപ്പോൾ നമ്മളിവിടെ ഒന്നും വൈക്കോൽ അങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ തൊട്ടടുത്ത ഒരു പശുവുള്ള ഒരു വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാട്ടോ ഞാൻ കുറച്ച് വൈക്കോൽ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ ഇതാക്കുന്ന ഇവള് നമ്മളെ കൂടിൻ്റെ മുകളിൽ ഇതേപോലെ അട ഇരുന്നിട്ടില്ല. അടേന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കോഴിയായിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള കോഴികളൊക്കെ ഇതാക്കുന്ന ഇതേപോലെ മുട്ടയിട്ടിട്ട് ഇപ്പോൾ ഒരു 10-12 കോഴിമുട്ടയോളം ഉണ്ടാവും. 12 കോഴിമുട്ട ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു പെട്ടിക്കകത്ത്. പിന്നെ നമ്മൾ ഈ ഒരു കോഴിനെ അട വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വേറെ കോഴികൾ വന്നിട്ട് മുട്ട ഇട്ടിട്ടാട്ടോ. പിന്നെ അതിൽ ഇവക്ക് പൊരുത്തിന്റെ ലക്ഷണം കാണിക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അവളങ്ങനെ ഇരിക്കുകയാട്ടോ ഇതിൽ. അപ്പോൾ അതിൽ കോഴിമുട്ട 12 എണ്ണമാണ് ഉള്ളത്. അതിൽ വ്യത്യസ്തമായിട്ട് 2 ചെറിയ കോഴിമുട്ട ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പറ്റ ചെറുതാട്ടോ, നമ്മളെ കയ്യിൽ നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ചെറുതായി തോന്നില്ല, പക്ഷെ ചെറിയ കോഴിമുട്ട കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ചെറിയൊരു കോഴിമുട്ടയും കൂടി ഉണ്ട്. അധികം സാധാ കോഴിമുട്ടേൻ്റെ അത്ര വലിപ്പമല്ല. പിന്നെ നമ്മുടെ നാടൻ കോഴിമുട്ട അറിയാലോ, എന്തായാലും ഒരുവിധം ചെറുതായിരിക്കും. നമ്മുടെ കാടമുട്ടേൻ്റെ ഒക്കെ അത്ര ഒരു വലിപ്പമേ ഉള്ളൂ കേട്ടോ. അത്ര തന്നെ എല്ലാം അത്ര അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു വലിപ്പമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എന്തായാലും എനിക്കിവിടെ ഇതേപോലത്തെ കോഴിമുട്ട എനിക്ക് ആദ്യമായിട്ടാട്ടോ, നമ്മൾ ഈ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ കോഴിമുട്ട എനിക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ കുറേ കോഴികളൊക്കെ മുട്ടയിടാനായ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവളെ ഞാൻ വിചാരിച്ചു വൈക്കോല് ഞാൻ 3 കോഴികൾക്ക് ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവക്കും കൂടി കുറച്ച് വൈക്കോല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നല്ലോണം അവിടെ ഇരുന്നിട്ട് വെച്ച് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചത്. അപ്പൊ എനിക്കൊന്ന് ഇന്നൊരു വീഡിയോ കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഇതാക്കുന്ന നമ്മളെ അവിടെ ഇരിക്കുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങളൊക്കെ നമ്മളെ കോഴിയും കാണിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിൽ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ഒന്നും ചെയ്തില്ല. ഇത് കൂടിന്റെ മോൾ ഭാഗത്തുനിന്ന് നമ്മൾ എടുത്തു കൊണ്ടുവന്നാട്ടെ ഈ ഒരു പെട്ടിയോടൊക്കെ നമ്മളെ കോഴിനെ. അപ്പൊ നമ്മൾ പുറത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഹെയർ റോൾസ് ഉള്ള കോഴിമുട്ടയോ അല്ലെങ്കിൽ കുഞ്ഞ് വന്നോ എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് കാൻഡിൽ ടെസ്റ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും ഞാനിത് കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടാട്ടോ നമ്മൾ ഈ ഒരു കോഴിമുട്ട ഇതിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മൾ കോഴിമുട്ട വെക്കുമ്പോൾ നമുക്ക് വിരിഞ്ഞില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ ആയിരിക്കും. ഇത്രയും കോഴിമുട്ട വെച്ചിട്ട് എന്തായിരിക്കും വിരിയാഞ്ഞ എന്നുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടോർച്ചിന്റെ വെളിച്ചം അല്ലെ ഫോണിന്റെ വെളിച്ചമായിരിക്കും നന്നായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുക. നമ്മൾ എന്നിട്ട് കോഴിമുട്ടയുടെ ആ ഒരു വീതി കൂടിയ ഭാഗത്ത് നമ്മളിങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഹെയർ ഹോൾസ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ കേട് വന്ന മുട്ടയാണെങ്കിലൊക്കെ, അല്ലെങ്കിൽ കോഴിമുട്ടയിൽ പൊട്ടുണ്ടെങ്കിൽ നമുക്ക് അതറിയാൻ പറ്റും. അപ്പോൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് കോഴിനെ അടവെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊന്നും ചില ആൾക്കാരൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ഇപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ യൂട്യൂബൊക്കെ വന്നതിന് ശേഷം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ കോഴിനൊക്കെ അട വെക്കുന്നത്. അപ്പോൾ ഇതാക്കുന്ന ഈ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം 2-3 കോഴിമുട്ട മാറ്റിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് അറിയില്ലത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ചെറിയ കോഴിമുട്ടയും കൂടി നമ്മൾ അതിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ 2 ചെറിയ കോഴിമുട്ടകളിൽ അതിൽ കുറച്ച് വലിപ്പമുള്ള കോഴിമുട്ട ഒരു പൊട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് പൊട്ടുണ്ടെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ആ കോഴിമുട്ട മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ചെറിയ കോഴിമുട്ട ഉണ്ടല്ലോ, അത് ഞാൻ ഇതാക്കുന്നതിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോഴിമുട്ടയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതാക്കുന്ന ഈ ഒരു കോഴിമുട്ടയിലാട്ടോ പൊട്ടുള്ളത്, ഞാൻ പൊട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ. പിന്നെ ബാക്കിയുള്ള 2 കോഴിമുട്ടയിൽ ഹെയർ റോൾസ് ഇല്ലായിരുന്നു കേട്ടോ.
പിന്നെ 2 കോഴിമുട്ടയിൽ ഓൾറെഡി കുഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ദിവസത്തെ പഴക്കമൊക്കെ എന്തായാലും ഒരു ഭ്രൂണത്തിനുണ്ടാവും. അപ്പൊ എന്തായാലും കുഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു കോഴിമുട്ടയാട്ടെ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. 9 കോഴിമുട്ടയാട്ടെ ഇപ്പൊ നമ്മൾ വെച്ചെടുക്കുന്നതിന്. നമ്മൾ വൈകുന്നേരം 2 കോഴികളും കൂടി 2-3 മുട്ടയും കൂടി ഇടുകയാണെങ്കിൽ ഒരു കോഴിമുട്ടയും കൂടി ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കും. അപ്പൊ കണ്ടില്ല, നമ്മൾ കോഴിമുട്ടയുടെ ഒരു വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതാക്കുന്ന സാധാ ഒരു കോഴിമുട്ടയും ചെറിയ കോഴിമുട്ടയും കൂടി വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അട വെച്ച സമയത്ത് തുണിയിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു നല്ല മഴേന്റെ ആ ഒരു സമയത്ത്. ഇപ്പൊ മഴ നിന്നിട്ട് ഇപ്പൊ 2-3 ദിവസമായിട്ടല്ലോ. അപ്പൊ മണ്ണൊക്കെ നനവായതുകൊണ്ട് തന്നെ അന്നപ്പോഴാട്ടോ വൈക്കോലിന്റെ ഒരു താത്തനോട് ചോദിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. പിന്നെ ആ പിറ്റേന്ന് ദിവസം തന്നെ നമ്മൾ ഇതേപോലെ വൈക്കോല് നമ്മളെ കോഴികൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു കോഴിമുട്ട നമ്മൾ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കോഴിന്റെ മാത്രം കേട്ടോ. അപ്പൊ അതിൽ 2 കോഴിമുട്ട കേടായിരുന്നു, ബാക്കിയുള്ളത് ഞാൻ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ കേട് വന്ന കോഴിമുട്ട ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പൊ ഇവള് ആദ്യത്തെ പോലെ തന്നെ നല്ല ഭയങ്കരയാട്ടോ. ഇനിയിപ്പോ കുഞ്ഞ് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. അതിപ്പോ നമ്മളൊരു ഓഫീസ് റൂമിന്റെ അകത്ത് നമ്മൾ കോഴിനെ അട വെച്ചിരിക്കുക കേട്ടോ, ഒരു ഭാഗത്ത് തന്നെ. പിന്നെ നമ്മളിപ്പോൾ അട വെക്കുന്ന ആ ഒരു കോഴിനെ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ പുറത്ത് നമ്മൾ സാധാരണ ഇതിൽ ഞാൻ കൂടിന്റെ മോൾ ഭാഗത്താട്ട വെച്ചിട്ടുണ്ടായാൽ. പിന്നെ അവിടെ ഉടുമ്പിന്റെ ശല്യത്തിന് മുമ്പ് ഞാൻ അട വെച്ചിട്ട് നമ്മൾ കോഴിമുട്ടയൊക്കെ കാണാതായപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ കോഴികൾ കൊത്തി കുടിക്കുകയായിരിക്കും എന്നുള്ള വിചാരിച്ച്. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ ഉടുമ്പായിട്ടാ. പിന്നെ അതിനുശേഷം ഞാൻ കൂടിന്റെ മുകളിൽ അട വെക്കാറില്ല, നമ്മൾ അകത്ത് ഇതേപോലെ കൊണ്ടുപോയി വെക്കലാട്ടോ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഇതാ ഇവളെയും നമ്മൾ അകത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയിട്ടോ. പിന്നെ ആദ്യമായിട്ട് കോഴി വളർത്തുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.